ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ജപമാല അല്ലെങ്കിൽ രുദ്രാക്ഷം അറിയാമായിരിക്കുമല്ലോ. അപ്പം ഈ രുദ്രാക്ഷം എങ്ങനെയുള്ളതായിരിക്കണം, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ പറയുന്ന എൻ്റെ അവയർനെസ്സിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ജപമാല എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ജപമാലയിൽ നമുക്ക് ഇതിന് ഗുരു എന്നാണ് പറയുക. എങ്ങനെയാണെങ്കിൽ ഈ ജപമാലയുടെ ഈ യെല്ലോ കാണുന്നതിൻ്റെ തൊട്ട് ഇതിൽ കാണുന്നത് കണ്ടോ, ഇതിന് ഗുരു എന്നാണ് പറയുക. ഈ ഗുരു ഒരെണ്ണവും ബാക്കിയുള്ള രുദ്രാക്ഷം അടക്കം 108+1 109 രുദ്രാക്ഷമായിരിക്കണം ഒരു ജപമാലയിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, 108+1 നമ്മളെപ്പോഴും ജപമാല നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുമ്പോൾ ഈ 108+1 109 രുദ്രാക്ഷം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ജപമാല നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുക. ഇത് മാത്രം നോക്കിയാൽ മതി. ജപമാലയുടെ വലിപ്പച്ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പൈസയുടെ ഇതിലോ ഒന്നും ദൈവമോ യൂണിവേഴ്സോ ഒന്നും നോക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, ഓക്കെ, നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി മാത്രമേ നോക്കത്തുള്ളൂ. ഇതിൻ്റെ ഇത്ര വലുതാണ് അത്ര ചെറുതാണ് നോക്കില്ല. ജസ്റ്റ് ഇത് മാത്രം കെയർ ചെയ്യുക. നിങ്ങൾ വാങ്ങുന്ന ജപമാല ഈ ഗുരു, ഇതിന് ഗുരു ബഡ്സ് എന്നാണ് പറയുക. മനസ്സിലായല്ലോ? ഗുരു, ഇത് ഗുരു, ബാക്കിയുള്ള രുദ്രാക്ഷം ഈ ഗുരു 1 പ്ലസ് ബാക്കിയുള്ള രുദ്രാക്ഷം 108 108+1 109 രുദ്രാക്ഷം ഒരു ജപമാലയിൽ ഉണ്ടായിരിക്കണം. ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ജപമാല മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജപമാല, ഒറിജിനലായിട്ടുള്ള ജപമാല ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ പാർട്ട് 3 നമ്മളിതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ്, ഇതെങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്ന ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു. അതുവരേക്കും സ്റ്റേ ട്യൂൺ.